ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ദ ചാനൽ ഡോക്ടർ കോപ്പി. അപ്പം എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ RS-200ൻ്റെ ഒരു ലോങ് ടൈം യൂസർ റിവ്യൂ ആണ്. അപ്പോൾ നമുക്ക് നമ്മളുടെ ടോപ്പിക്കിലേക്ക് കിടക്കാം. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് പറയാനുള്ളത് ഒരു നൈസ് ലുക്കിംഗ് ബൈക്ക് തന്നെയാണ്. കാരണം ഈ ഒരു ബൈക്ക് ഇപ്പോൾ ഈ ഒരു സെറ്റപ്പിൽ ഇരിക്കുമ്പോൾ ആൾക്കാർ നോക്കുന്നുണ്ട്. മിറർ മാറിയിട്ടുണ്ട്, ഫ്രണ്ടിലൊരു ചെറിയ ഒരു ഒരു വിങ്സ് കൂടി കയറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ട് ഞാൻ ഇതിൽ ചെയ്തിട്ടുള്ളൂ, പക്ഷേ ആൾക്കാർ നന്നായിട്ട് നോക്കുന്നുണ്ട്. ഒരു വൈസറും കൂടി കയറ്റിയിട്ടുണ്ട്. അപ്പം വൈസറും മിററും ഈ 3 items ആണ് ഞാൻ ഈ ഒരു ബൈക്കിൽ ചെയ്തിട്ടുണ്ട്. ലുക്ക് വൈസ് എല്ലാം സെറ്റാണ്. ഇതൊന്നും ഇല്ലാതെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ എടുത്തത്. സോ അതിനെ കുറിച്ച് നമ്മൾ പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമില്ല. പിന്നെ ഇതിൻ്റെ ഒരു ലുക്കല്ല, വർക്കിലാണ് കാര്യം. അതായത് ഒരു എന്താ പറയുക, ഒരു 200cc സെഗ്മെൻറ്റിൽ വൺ ഓഫ് ദ ബെസ്റ്റ് ബൈക്ക് എന്ന് ഞാൻ പറയും. വൺ ഓഫ് ദ ബെസ്റ്റ് ബൈക്ക്. കാരണം KTMൻ്റെ DNA-യിൽ ബജാജിൻ്റെ ഒരു മാസ്റ്റർ പീസ് എൻജിനീയറിംഗ് കൂടി കാഴ്ചവെച്ചിരിക്കുകയാണ് ഈ ഒരു എൻജിൻ വെച്ചിട്ട്. RS-200 ഈ ഒരു 2026 അത്യാവശ്യം നല്ല ത്രോട്ടിൽ റെസ്പോൺസ് ഉണ്ട്. ഒരു തരത്തിലും ലാഗോ കാര്യങ്ങളോ ഒന്നും വരുന്നില്ല. നേരത്തെ ട്രിപ്പിൾ സ്പാർക്ക് ആയിരുന്നു, ഇപ്പോൾ സിംഗിളാണ് വരുന്നത്. പക്ഷെ എവിടെയും എങ്ങും ഒരു ലാഗോ റെസ്പോൺസ് കുറവോ ഉള്ളതായിട്ട് തോന്നിയിട്ടില്ല. അതാണ് ഈ ഒരു ബൈക്കിൻ്റെ മെയിൻ ക്യാരക്ടർ ഹോൾഡ് ചെയ്യുന്നത്. ഒരു 6000 RPM മുകൾ നമുക്ക് പോവുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു 6000 RPM നമ്മൾ ക്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബൈക്കിൻ്റെ മൂഡൊക്കെ കംപ്ലീറ്റ്ലി മാറും. പതിയെ ഗംഗിയായി തുടങ്ങും. അതിന് താഴെ ഇത് നല്ലവനായ ഉണ്ണിയാണ്. വേറെ കുഴപ്പമോ കാര്യങ്ങളോ ഒന്നുമില്ല. കംപ്ലീറ്റ്ലി ഒരു രണ്ട് ക്യാരക്ടറുള്ളൊരു ബൈക്കായിട്ട് നമുക്ക് തോന്നും. ഇത് റബ്ബ് ചെയ്യുന്നതനുസരിച്ച് നമുക്ക് നല്ല രീതിയിൽ ടോപ്പ് എൻഡും കിട്ടും. ഞാൻ ഇതിൻ്റെ ടോപ്പ് എൻഡ് ഒന്നും അധികം ചെയ്ത് നോക്കിയിട്ടില്ല, പക്ഷെ ഒരു 120 വരെ ഞാൻ പുഷ് ചെയ്ത് നോക്കി. കാരണം ഇത് പുഷല്ല, ഇത് പുട്ട് പോണക്കാണ് കയറിയത്. 120 ഒക്കെ അത് ഞാൻ പിന്നെ പറയാം. അപ്പോൾ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഒരു എൻജിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഫസ്റ്റ് ഈ ഒരു എൻജിൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ തന്നെ റെസ്പോൺസ് വരും. ഭയങ്കര ഫണ്ണാണ് ഇത് ഓടിച്ചുകൊണ്ട് നടക്കാൻ. കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കൈ കൊടുക്കുന്നതനുസരിച്ച് ഇതിങ്ങനെ ചാടി ചാടി നിൽക്കും. നമ്മൾ കൈ കൊടുക്കാതെ നമ്മൾ ശാന്ത സമയത്ത് പോകാന്നുണ്ടെങ്കിൽ ഇത് നല്ലവനായ ഉണ്ണിയായിട്ട് ബിഹേവ് ചെയ്യും. സോ അത് തന്നെയാണ് ഇതിൻ്റെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. പിന്നെ ഈ ഒരു ബൈക്കിൻ്റെ ഒരു ലൈറ്റ് നമുക്ക് ഫ്രണ്ടിൽ നിന്ന് തന്നെ ഇതിങ്ങനെ തുടങ്ങാം. കാരണം ഇലക്ട്രോണിക്സ് ഒക്കെ ഉണ്ടല്ലോ. ലൈറ്റിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു 4 days ട്രാവൽ ചെയ്തു. മൂന്നാറിലാണ് പോയത്, വട്ടവട പോയി. ആ ഒരു ടൈമിലൊക്കെ ഈ ഒരു ബൈക്കിൻ്റെ ഈ ഒരു ലൈറ്റിനെ കിട്ടാവുന്നതിൻ്റെ മാക്സിമം ഞാൻ ഉപയോഗിച്ച് നോക്കി. അതായത് വലിയ മിസ്റ്റോ ഒരുപാട് മിസ്റ്റോ ഒന്നും ഇല്ലായിരുന്നു, എന്നിരുന്നാൽ തന്നെയും മിസ്റ്റ് ഉണ്ടായിരുന്നു. എന്നാലും എനിക്ക് ഈ ഒരു ലൈറ്റ് വെച്ചിട്ട് ഓക്കെ ഫീലിങ്ങേ വന്നിട്ടുള്ളൂ. സിറ്റി അല്ല ഞാൻ പറയുന്നത്, ഒരു ഹൈ റേഞ്ച് കയറി ഒരു മൂന്നാർ പോകണൊക്കെ കുറച്ച് തണുപ്പൊക്കെ ഉള്ള സ്ഥലത്ത് പോകുമ്പോൾ എന്തായാലും ഒരു ഓക്സിലറി ലൈറ്റ് വെക്കുന്നത് നന്നായിരിക്കും. അതർവൈസ് സിറ്റിയിലൊക്കെ ഇത് സെറ്റാണ്. അവിടത്തേക്ക് സിറ്റി യൂസിന് മാത്രം ഫോക്കസ് ചെയ്ത് നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ സിറ്റി മാത്രം ഉപയോഗിക്കുന്ന ആൾക്കാർക്ക് ഒരു ഓക്സിലറി ലൈറ്റിൻ്റെ ആവശ്യമുണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ഇത് LED പ്രൊജക്ടർ ലൈറ്റാണ് വരുന്നത്. അഡ്ജസ്റ്റബിളുമാണ്, നമ്മുടെ ഇഷ്ടത്തിന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. സോ അങ്ങനത്തെ ഇഷ്യൂസോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ ഹൈ റേഞ്ച് പോകുമ്പോൾ ഒരു ഓക്സിലറി ലൈറ്റ് വെക്കുന്നത് നല്ലതായിരിക്കും. പിന്നെ എനിക്ക് പറയാനുള്ളത് ഇതിൻ്റെ ഒരു സീറ്റിംഗ് പൊസിഷനെ കുറിച്ചിട്ടാണ്. സീറ്റിംഗ് പൊസിഷനൊക്കെ അത്യാവശ്യം നല്ലതാണ്. ഒരു സ്ട്രെസ് ഫ്രീ സീറ്റിംഗ് പൊസിഷനാണ് എനിക്ക് കിട്ടിയിരിക്കുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്, കാരണം ഇതൊരു അപ്രൈറ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളൂ. ഞാൻ ഒരു VT യൂസ് ചെയ്ത ഒരാളാണ്. സോ ഒരു CBR 250Rനേക്കാളും സ്പോർട്ടിയാണ് V2. അത് വെച്ച് നോക്കുമ്പോൾ ഇത് CBR 250Rൻ്റെ അത്രത്തോളം സ്പോർട്ടിനെസ് ഇല്ല. ഇതൊരു അപ്രൈറ്റ് ആണ്. ഇതിൽ ഇരുന്ന് കഴിഞ്ഞാൽ പുറമേ നിന്ന് നോക്കുന്ന ആൾക്കാർക്ക് തോന്നും ഇതൊരു ഭയങ്കര സ്പോർട്ടി ആയിട്ടിരിക്കുകയാണ്. ഒരിക്കലും അല്ല. പക്ഷേ റൈഡിങ് സ്റ്റാൻസ് നമുക്ക് അകത്ത് കയറി നോക്കുമ്പോൾ ഇതൊരു അപ്രൈറ്റ് ആയിട്ട് തന്നെയാണ് തോന്നുന്നത്. പിന്നെ ഇതൊരു എന്താ പറയുക, ഭയങ്കര ഒരു റിലാക്സ് ആയിട്ട് നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റിയ ഒരു ബൈക്ക് കൂടിയാണ്. കാരണം 6000 RPM എബോ മേ ബി ഞാൻ പറയാന്നുണ്ടെങ്കിൽ ഒരു 75-80 എന്നൊക്കെ പറയുന്നത് ഇത് ഭയങ്കര സെറ്റിലായിട്ട് ഭയങ്കര റിലാക്സ് ആയിട്ട് ഈ ഒരു ബൈക്ക് ഓടും. ശരിക്കും പറഞ്ഞാൽ ഇതൊരു 120ലും റിലാക്സ്ഡ് തന്നെയാണ്. മേ ബി എനിക്ക് തോന്നുന്നു 80 പോകുന്നതിനേക്കാളും റിലാക്സ്ഡ് ആയിട്ട് ഇത് 120 പോകുന്നുണ്ട്. എന്നിരുന്നാലും അതൊരു ഹൈ സ്പീഡ് എന്നുള്ള ലെവലിലേക്ക് ഇരിക്കുന്ന ഒരു അക്കൗണ്ടാണ് 120. നമുക്കൊരു ഹൈ സ്പീഡ് അല്ല എന്നുള്ള രീതി നോക്കുകയാണെങ്കിൽ ഒരു 80ലൊക്കെ ഈ ഒരു ബൈക്ക് പോകുമ്പോൾ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. ഭയങ്കര സ്ട്രെസ് ഫ്രീ ആയിട്ട് തന്നെയാണ് ബൈക്ക് ഓടിപ്പോകുന്നത്. എഞ്ചിനൊക്കെ ഭയങ്കര നല്ല രീതിയിൽ ബിഹേവ് ചെയ്യുന്നുണ്ട്, റെസ്പോണ്ട് ചെയ്യുന്നുണ്ട്. അങ്ങനത്തെ ഒരു ഇഷ്യൂസും ഈ ഒരു ബൈക്കിനില്ല. പിന്നെ എനിക്ക് മെയിനായിട്ടും പറയാനുള്ളൊരു കാര്യം വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ബൈക്കിൻ്റെ ബ്രേക്കിങ് 3 രീതിയിലാണ് കിടക്കുന്നത്. അതായത് 3 തലത്തിലാണ് കിടക്കുന്നത്. റെയിനും ഓഫ് റോഡ്,
റോഡ്. റെയിനിലിട്ട് കഴിഞ്ഞാൽ ABSൻ്റെ ഇൻ്റർസെക്ഷൻ കുറച്ചുകൂടി കൂടുതലായിരിക്കും. അപ്പോൾ നമുക്ക് ബൈറ്റൊക്കെ കുറച്ച് കുറയുന്നതൊക്കെ ഫീലിംഗ് വരും. ഞാൻ റെയിനിലിട്ട് ടോപ്പ് എൻഡ് നോക്കിയിട്ടില്ല, കാരണം അതിനുള്ള ധൈര്യം എനിക്കില്ലായിരുന്നു. പക്ഷേ റോഡ് ഓഫ് റോഡ് നോക്കിയിട്ടുണ്ട്. നോക്കുകയാണെങ്കിൽ റോഡിനേക്കാൾ കുറച്ചുകൂടി ബൈറ്റ് ഓഫ് റോഡിൽ ഫീൽ ചെയ്യുന്നുണ്ട്. എന്നിരുന്നാലും ഒരു 120-ലൊക്കെ ഈ ഒരു ബൈക്കിന് കുറച്ചുകൂടി ബൈറ്റ് കിട്ടിയാൽ കൊള്ളാം എന്ന് തോന്നിയിട്ടുണ്ട്. പിന്നെ അത് ഞാൻ കംപ്ലീറ്റ്ലി ബ്രേക്കിനെ കുറ്റം പറയില്ല, കാരണം ടയർ MRFൻ്റെ സാപ്പർ ടയറാണ് കിടക്കുന്നത്. എനിക്ക് വലിയ കോൺഫിഡൻസ് ഒന്നും തോന്നിയില്ല. ഒരു 120 ചെറിയൊരു വോബ്ലിംഗ് ഫീലൊക്കെ ഫീൽ ചെയ്തപ്പോഴാണ് ഞാൻ ശരിക്കും പറഞ്ഞാൽ ബ്രേക്ക് ചെയ്തത്. അതുകൊണ്ട് ബ്രേക്കിൽ ഞാൻ അധികം കുറ്റം പറയില്ല. എന്നിരുന്നാലും പ്രതീക്ഷിച്ചതിനേക്കാൾ ഒരു 2 സെക്കൻഡ്സ് ലേറ്റ് പോണൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. അതാണ് എനിക്ക് ഇതിൻ്റെ ഒരു ബ്രേക്കിങ്ങിൽ നിന്നും ഫീൽ ചെയ്തത്. പിന്നെ എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ബൈക്കിൻ്റെ ഒരു സസ്പെൻഷനാണ്. ഫ്രണ്ട് സസ്പെൻഷൻ ടെലസ്കോപ്പിക്കാണ് വരുന്നത്. ബാക്ക് വരുമ്പോഴത്തേക്കും മോണോഷോക്കും. പക്ഷേ ഫ്രണ്ട് ടെലസ്കോപ്പിക് സസ്പെൻഷൻ ആയതുകൊണ്ട് തന്നെ ഒരുപാട് ഇടിപ്പോ കാര്യങ്ങളോ അല്ലെങ്കിൽ കട്ടറോ കാര്യങ്ങളോ ഒന്നും അറിയുന്നില്ല കയ്യിലേക്ക്. അപ്പോൾ ഇതൊരു USB അല്ല, ടെലസ്കോപ്പിക്കാണ്. പക്ഷേ നല്ല രീതിയിൽ പണിയെടുക്കുന്നുണ്ട്. ബാക്ക് കുറച്ച് സ്റ്റിഫാണ്. പിന്നെ അതും പോരാനായിട്ട് ഞാൻ ഫ്രീലോഡ് കുറച്ചുകൂടി അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. കാരണം വിത്ത് പില്യൻ ആൻഡ് ലഗേജ് ബാക്ക് കുറച്ചുകൂടി ഇരിക്കുന്നതുകൊണ്ട് റൈഡ് പോകുമ്പോൾ കുറച്ച് ഒരു കോൺഫിഡൻസ് കുറവ് വരും. മേ ബി കോർണർ എടുക്കാനോ അല്ലെങ്കിൽ ഒരു ഹാൻഡ്ലിങ്ങിൽ ഒരു ഇഷ്യൂ വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഞാൻ പ്രീലോഡ് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് ഒരു നോർമൽ സ്റ്റാൻസിൽ ഇത് ഓക്കെയാണ്. പക്ഷേ പ്രീലോഡ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞപ്പം കുറച്ച് എടുത്തടി കൂടിയിട്ടുണ്ടോ എന്നൊരു സംഭവം. ഒബ്വിയസ്ലി ഇത് അങ്ങനെ തന്നെ ബിഹേവ് ചെയ്യും. കാരണം ആ ഒരു സ്പ്രിങ്ങിന് കുറച്ചുകൂടി ടെൻഷൻ കൊടുത്ത് ബാക്ക് ട്രാവൽ കുറയ്ക്കുകയാണ് താഴത്തേക്കുള്ള. സോ എന്തായാലും അത് അങ്ങനെ തന്നെ വരും. എന്നിട്ട് അതിന് നോർമൽ കേസിൽ കുറച്ച് സ്റ്റിഫായിട്ട് തന്നെ ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. പിന്നെ എനിക്ക് മെയിനായിട്ടും പറയാനുള്ളത് ഈ കാണുന്ന ഹഗ്ഗർ എടുത്ത് കളയാതിരിക്കുക. കാരണം ഞാൻ പോയപ്പോൾ ഇതിൻ്റെ ഒരു ലുക്കിനൊക്കെ വേണ്ടിയിട്ട് എടുത്ത് കളഞ്ഞു. മഴ പെയ്തു. എൻ്റെ പില്ലിനെ ഞാൻ മണ്ണിൽ നിന്നും കുടഞ്ഞെടുക്കേണ്ട അവസ്ഥ വന്നിട്ടുണ്ട്. സോ മഴക്കാലത്ത് ഇത് വെച്ചേ പറ്റൂ. ഞാൻ അങ്ങനെ എടുത്ത് വെച്ചതാണ്. എന്നുണ്ടെങ്കിൽ ഇപ്പോൾ നിങ്ങൾ ഈ കാണുന്ന ഈ ഒരു ബാക്കിലത്തെ അവസ്ഥയായിരിക്കില്ല. ഇതില്ലാതെ കാണുമ്പോൾ കംപ്ലീറ്റ്ലി മണ്ണുകൊണ്ട് പുതിയും വല്ലാത്തൊരു അനുഭവമാണ്. പിന്നെ ബ്രേക്കൊക്കെ പിടിച്ചാൽ എവിടെയെങ്കിലുമൊക്കെ ആയിരിക്കും കിട്ടുന്നത്. മണ്ണൊക്കെ കയറി കംപ്ലീറ്റ് നാശവും. സോ അങ്ങനെ ചെയ്യാതിരിക്കുക. നല്ലൊരു ടയർ മേടിച്ചിടുക. ആൽഫ H1 അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏത് ടയർ വേണം യൂസ് ചെയ്യാം. ഈ ഒരു ടയർ ഹൈ സ്പീഡ് നോക്കുന്നവരാണെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലോങ് റൈഡ് പോകാനും അതുകൊണ്ട് കുറച്ചുകൂടി ഒരു പുഷ് ചെയ്ത് ഓട്ടിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ടയർ മാറ്റിയാൽ നല്ലതായിരിക്കും. അതർവൈസ് ഇതിൻ്റെ ഒരു ട്രാവലൊക്കെ അടിപൊളിയാണ്. പിന്നെ എനിക്ക് പറയാനുള്ളത് ഈ ഒരു ബൈക്കിൻ്റെ മൈലേജിനെ കുറിച്ചിട്ടാണ്. മൈലേജ് എൻ്റെ അടുത്ത് ആരോ ചോദിച്ചിട്ടുണ്ടായിരുന്നു. മൈലേജ് വരുമ്പം ഒരു 13 ലിറ്റർ ടാങ്കാണ് വരുന്നത്. ലോങ് റൈഡ് പോയപ്പം 40 വരെ എനിക്ക് കിട്ടി. അതായത് 40 വരെ കിട്ടിയിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്നും ഓടി എക്സാക്റ്റ് മൂന്നാർ ചെന്നപ്പം ഇതിനകത്ത് ലാസ്റ്റ് ഫ്യൂൽ എഫിഷ്യൻസി കാണിച്ചേക്കുന്നത് 41. പിന്നെ അവിടെ നിന്നും വട്ടവട എത്തിയപ്പം 38 കാണിച്ചത്. കുറച്ച് കയറ്റവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ടിസ്റ്റി ആയിട്ടുള്ള റോഡായിരുന്നു. അപ്പോൾ ഗിയർ ഷിഫ്റ്റിങ് അറിയാമല്ലോ, ചറപറാന്ന് നടക്കുന്നുണ്ടായിരുന്നു. മേ ബി അതുകൊണ്ടൊക്കെ ആയിരിക്കണം ഒരു 38 ആയിപ്പോയത്. പക്ഷേ ഇതൊരു 38 ആ ഒരു ടൈമിൽ വന്നിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് തിരിച്ച് വരുമ്പോഴും മൂന്നാർ വിട്ട് നാട്ടിലെത്തിയപ്പോഴും ഒരു 40 കാണിച്ചിട്ടുണ്ടായിരുന്നു. സോ മൈലേജ് എനിക്ക് ഓക്കെ ഫീലിങ്ങിലാണ്. സിറ്റിയിൽ 36 അല്ലെങ്കിൽ 7 മുകളിലോട്ട് എനിക്ക് കിട്ടിയിട്ടില്ല. ഹീറ്റിങ്ങിൻ്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹീറ്റിങ് നല്ല രീതിയിൽ മാനേജ് ചെയ്യുന്നുണ്ട്. ട്രാഫിക്കിലായാലും അത്യാവശ്യം നല്ല രീതിയിൽ ഹീറ്റ് ആവുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഹീറ്റ് മാനേജ്മെൻറ്റ് നടക്കുന്നുണ്ട്. കാരണം നല്ല രീതിയിൽ ഹീറ്റ് ആകുമ്പോൾ ഫാൻ നല്ല രീതിയിൽ പണിയെടുക്കും. ആ ഒരു ഹീറ്റ് മാനേജ്മെൻറ്റ് ചെയ്യും. പക്ഷെ ഒരു പൊള്ളുന്ന രീതിയിലുള്ള ഒരു സംഭവം ഇതുവരെ എനിക്ക് ഫീൽ ചെയ്തില്ല. അത് ഇനി കട്ടിയുള്ള പാൻറ് ഇടുന്നതുകൊണ്ടാണോ എന്നെനിക്കറിയില്ല. എന്നിരുന്നാലും അധികം അങ്ങോട്ട് ഫീൽ ചെയ്തില്ല. നോർമലി ഞാൻ ഇങ്ങനെയുള്ള ഫാൻസാണ് യൂസ് ചെയ്യുന്നത്. സോ ആ ഒരു ടൈമിലും എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല. നോർമലി ഈ ഒരു റേഡിയേറ്റർ ഫാൻ ഓൺ ആകുമ്പം അതിൽ നിന്നും അടിക്കുന്നൊരു കാറ്റ് വെച്ചിട്ട് നോക്കുകയെന്നുണ്ടെങ്കിൽ ഒരുപാട് പൊള്ളുന്ന രീതിയിലേക്ക് ഉള്ള ഹീറ്റിംഗ് ഒന്നും ഞാൻ ഇതിൽ കാണാൻ പറ്റില്ല. അപ്പോൾ അതാണ് ഇതിൻ്റെ ഒരു ഹീറ്റ് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ഈ കാണുന്ന ബാക്ക് ടൈൽ ആദ്യം കാണുമ്പോൾ ഒക്കെ ഭയങ്കര അരോചകത്വമായിരുന്നു. പക്ഷേ കണ്ട് ഇത് കൊള്ളാം. സൈഡിൽ നിന്നൊക്കെ അത്യാവശ്യം നല്ല ലുക്കും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ അടുത്തിടയും ഒരാൾ വന്നിട്ട് ചോദിച്ചു, ഇത് കസ്റ്റം ചെയ്തതാണോ എന്നൊക്കെ ചോദിച്ചു. ഞാൻ പറഞ്ഞല്ല, ഇത് ഇപ്പോൾ ബ്രാൻഡ് ഇങ്ങനെയാണ് ഇറക്കുന്നത് എന്നാണ് ഞാൻ പറഞ്ഞത്. സോ അതാണ് ടൈലിൻ്റെ ഒരു കാര്യം. ബാക്ക് പില്ലിയൻ്റെ ഒരു കംഫർട്ട് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓക്കെ ആയിരുന്നു. റൈഡ് പോയി കംപ്ലീറ്റ്ലി ഞങ്ങൾ ഏകദേശം നമ്മുടെ സിറ്റിയിലുള്ള ഒരു ക്ലൈമറ്റ് കയറിയപ്പോഴാണ് ചെറിയ രീതിയിൽ ആവശ്യതയൊക്കെ ഫീൽ ചെയ്തതും. അതുമാത്രമല്ല ആ ഒരു ടൈമിൽ
ആണ് ഇതിൻ്റെ ഒരു സീറ്റിങ്ങിൻ്റെ കാര്യം ഞാൻ ചോദിച്ചത്. അപ്പം പറഞ്ഞു ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല. പക്ഷേ എന്നിരുന്നാലും കുറച്ച് കഴിയുമ്പോൾ ചെറിയൊരു പെരുപ്പത്തിദമ്പത്തിന് ഫീൽ ചെയ്തിട്ടുണ്ട്. പക്ഷേ എനിക്ക് അങ്ങോട്ട് പോയപ്പോൾ തന്നെ ഫീൽ ചെയ്തൊരു കാര്യം, ഒരു ജെൽ സീറ്റ് മസ്റ്റായിട്ടും ചെയ്യണം. കാരണം ലോങ് റൈഡ് ഒക്കെ ചെയ്യുന്ന സമയത്ത് ജെൽ സീറ്റ് ഉണ്ടെങ്കിൽ നല്ലതായിരിക്കും. സോ ഇതാണ് ഇതിൻ്റെ ഒരു സീറ്റിങ്ങിൻ്റെ ഫീഡ്ബാക്ക് എന്ന് പറയുന്നത്. ഗിയർ ഷിഫ്റ്റിങ്ങിനെ കുറിച്ച് പറയാമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ CBR 250R അല്ലെങ്കിൽ R15 V4 ഇതിനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇത് കുറച്ചുകൂടി ഒന്ന് സ്റ്റിഫായിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. കുറച്ച് ഒരു പൊട്ടി എഫേർട്ട് നമ്മൾ ഇടണം. കാരണം നേരത്തെ ഞാൻ യൂസ് ചെയ്തത് V2 ആണ്. V2വിനകത്ത് അധികം എഫേർട്ട് ഇല്ല, ജസ്റ്റ് ഒന്ന് തട്ടിക്കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഗിയറിലേക്ക് വീഴും. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് നമ്മൾ ശരിക്കും ഗിയർ ചേഞ്ച് ചെയ്യണം എന്നുള്ള രീതിയിലിരിക്കുന്ന ഒരു ഗിയർ. എന്തായാലും മറ്റേതിന് അങ്ങനെ അല്ലെന്നല്ല, എന്താ പറയുക, ഇതിനകത്ത് കുറച്ചുകൂടി എഫേർട്ട് ഇടണം. ഞാൻ അത് യൂസ് ചെയ്തിട്ട് ഇതിലേക്ക് വന്നപ്പോൾ ആ ഒരു മസിൽ മെമ്മറി ആയിരുന്നു എൻ്റെ കാലിന്. അപ്പം എനിക്ക് എഫേർട്ട് വേണമെങ്കിൽ ഫീൽ ചെയ്തു. പക്ഷേ ഇതുമായിട്ട് യൂസ്ഡ് ആയപ്പം അതൊക്കെ മാറി. എൻ്റെ മസിൽ മെമ്മറി ഇപ്പം ഇതിൻ്റെ ഒരു ഗിയർ ഷിഫ്റ്റിങ്ങിലിരിക്കുക. അങ്ങനെ വെച്ച് നോക്കുമ്പം ഓക്കെയാണ്. പിന്നെ ക്ലച്ച് എന്ന് പറയുന്നത് ഒരു മോഡറേറ്റ് ആണ്, ഒരുപാട് സോഫ്റ്റും അല്ല ഒരുപാട് ഹാർഡും അല്ല. പക്ഷേ നമുക്ക് ലോങ് റൈഡ് പോയ ടൈമിലൊന്നും ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടുമില്ല. സിറ്റിയിലും ട്രാഫിക്കിലും ഒന്നും എനിക്ക് അങ്ങനത്തെ ഫീലിങ്സ് ഒന്നും ഇതുവരെ വന്നിട്ടില്ല. സോ ആ ഒരു ക്ലച്ച് ഫീലിംഗ് ഒക്കെ എനിക്ക് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയാണ് തോന്നിയിട്ടുള്ളത്. ത്രോട്ടിൽ റെസ്പോൺസ് നല്ല രീതിയിൽ തോന്നിയിട്ടുണ്ട്. സസ്പെൻഷൻ നല്ല രീതിയിലാണ് തോന്നിയിട്ടുള്ളത്. പിന്നെ ടയറിൻ്റെ മാത്രമാണ് എനിക്കൊരു മോശം പറയാനുള്ളത്. പിന്നെ ടയറ് മോശമായതുകൊണ്ടായിരിക്കണം 120 കയറിയപ്പോഴും എനിക്കൊരു ബ്രേക്ക് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി വന്നിട്ട് പെട്ടെന്ന് ബോബ്ലിംഗ് ഫീൽ വന്നപ്പോൾ ഞാൻ ചെയ്തതും. പിന്നെ ആ ഒരു ടൈമിലാണ് ഇതിൻ്റെ ഒരു ബൈറ്റ് ഓഫ് റോഡിലിട്ടിട്ട് ഒരു സ്വല്പം കൂടി കിട്ടിയാൽ കൊള്ളാം എന്നെനിക്ക് തോന്നിയത്. സോ ഇതാണ് എനിക്ക് RS 200 ഇതുവരെ യൂസ് ചെയ്തതിൽ ഫീൽ ചെയ്തിട്ടുള്ളൊരു കാര്യം. പിന്നെ എനിക്ക് മെയിനായിട്ട് പറയാനുള്ളൊരു കാര്യം, ഇത് ഞാൻ ആ ഒരു സർവീസ് സെൻറ്ററിൽ ചോദിച്ചപ്പോൾ അവരെനിക്ക് പറഞ്ഞൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ മാക്സിമം ഒരു 4000 കിലോമീറ്റർ വരെ എന്ത് ചെയ്യാതിരിക്കുക, ഈ ഒരു ബൈക്ക് റവ് ചെയ്ത് ടോപ്പ് എൻഡ് അടിക്കാതിരിക്കുക. ഇതൊരു 80 അല്ലെങ്കിൽ ഒരു 60-80 നിങ്ങൾ കൊണ്ടു നടക്കുക, ട്രാവൽ ചെയ്യുക, എവിടെ വേണമെങ്കിലും പോകുമ്പോൾ. പക്ഷേ നിങ്ങൾ കട്ട് ഓഫ് അടിച്ച് വണ്ടി നാശമാക്കരുത്. കാരണം നല്ലൊരു എൻജിനാണ് ഇത്. അങ്ങനെ ചെയ്യുന്നതനുസരിച്ച് ഇതിനകത്ത് സൗണ്ടും കാര്യങ്ങളും പല ബുദ്ധിമുട്ടുകളും ഫീൽ ചെയ്യും, അല്ലെങ്കിൽ പല ബുദ്ധിമുട്ടുകളും നമുക്ക് ഈ ഒരു ബൈക്കിൽ വരും. അത്യാവശ്യം നല്ല ക്യാരക്ടറുള്ള നല്ലൊരു ബൈക്ക് തന്നെയാണ് എന്നാണ് അവിടുത്തെ ഒരു ടെക്നീഷ്യൻ എന്നോട് പറഞ്ഞത്. പല ബൈക്കുകളും അവിടെ ഇരിക്കുന്നതിനെ കാണിച്ചു തന്നു. പുതിയതെടുക്കും, ടോപ്പ് എൻഡ് അടിക്കും, നല്ല രീതിയിൽ ബിഹേവ് ചെയ്യും. ആ ടോപ്പ് എൻഡ് എന്നൊക്കെ വെച്ച് കഴിഞ്ഞാൽ വാരി വിതറും. പക്ഷേ ടോപ്പ് എൻഡിലൊക്കെ നമുക്ക് പവർ അത്യാവശ്യം നല്ല രീതിയിൽ ഫീൽ ചെയ്യും. പക്ഷേ ഈ എൻജിൻ ഒരു ഫസ്റ്റ് സർവീസ് കഴിഞ്ഞ ഒരു സെക്കൻഡ് സർവീസ് കൂടി കഴിഞ്ഞിട്ട് ഒരു 4000 കിലോമീറ്ററൊക്കെ ആയിട്ട് നിങ്ങളൊന്ന് പൊളിക്കാൻ തുടങ്ങിയാൽ ഈ ഒരു ബൈക്ക് അത്യാവശ്യം നല്ല രീതിയിൽ ബിഹേവ് ചെയ്യും, ലോങ് ലാസ്റ്റ് ചെയ്യും എന്നാണ് അവരെന്നോട് പറഞ്ഞത്. സോ ഇതൊക്കെ തന്നെയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ള കാര്യങ്ങൾ. ഇതിൽ ഒരുപാട് നെഗറ്റീവായിട്ട് എനിക്ക് പറയാനൊന്നുമില്ല. സോ ഇതൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോയിൽ ഞാൻ പറയുന്നത്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും എന്ന് പ്രതീക്ഷിക്കുന്നു. ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. സോ സീ നെക്സ്റ്റ് വീഡിയോ ഗൈസ്. അൻറ്റിൽ ദെൻ ടേക്ക് കെയർ, സ്റ്റേ സേഫ്, ബൈ.